ബാബറി മസ്ജിദ് പൊളിച്ചതിൻ്റെ മുകളിൽ തന്നെ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ മൃതദേഹത്തിന് മുകളിൽ തന്നെ ഇത്തരമൊരു ക്ഷേത്രം ഉണ്ടാക്കണം. ആ വിഗ്രഹമെടുത്ത് സരയൂ നദിയിലേക്ക് വലിച്ചെറിയണം. സംഘർഷമുള്ള സ്ഥലത്ത് കൂടുതൽ സംഘർഷം ഉണ്ടാക്കാൻ പ്രതിഷ്ഠ നടത്തുക എന്നുള്ളത് ആരുടെ വിജയം? എന്തിൻ്റെ വിജയം? ആരാണ് സത്യത്തിൽ അയോധ്യയെ സംഘർഷ കേന്ദ്രമാക്കിയത്? ഇത് പ്രാണപ്രതിഷ്ഠയല്ല, ഇന്ത്യൻ മതനിരപേക്ഷതയുടെ പ്രാണൻ കവർന്നെടുക്കുന്ന ഒരു ഭീകര പ്രവർത്തനമാണ്. ഇത് രാമക്ഷേത്രമല്ല, ഇത് രാജ്യത്തിന്റെ ശിലാസ്ഥാപനമാണ്. ഞാൻ രാഷ്ട്രത്തോട് മാപ്പ് ചോദിക്കുന്നു എന്നാണ് ഡിസംബർ 7 ഈ പൊളിക്കലിന് നേതൃത്വം കൊടുത്ത അദ്വാനി പറഞ്ഞത്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? നിങ്ങളൊക്കെ വീട്ടിൽ ദീപം തെളിയിക്കണം, നിങ്ങളൊക്കെ രാമനാമം ജപിക്കണം എന്ന് കൽപ്പിക്കാൻ ആർക്കും അവകാശമില്ല. ജയ് ശ്രീറാം എന്ന് ആക്രോശിച്ചുകൊണ്ട് ആൾക്കൂട്ടം ഇല്ലാതാക്കിയ എത്രയെത്രയോ മനുഷ്യ ജീവിതങ്ങളുണ്ട്. ദൈവത്തെ കൂടി ഈ ഭീകരകൃത്യത്തിൽ അവർ പങ്കാളിയാക്കി. ബ്രിട്ടീഷുകാർക്ക് പൊളിക്കാൻ കഴിയാത്ത ബാബറി മസ്ജിദ് പൊളിക്കാനുള്ള ആസൂത്രിതമായ അജണ്ട, അതായത് സൗഹൃദത്തിന്റെ ഒരു സ്മാരകവും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും പ്രാഥമികമായ ചരിത്രം എന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി സഖാവ് പി കൃഷ്ണപിള്ള മുതൽ AKG മുതൽ വേലുക്കുട്ടി അരയൻ മുതൽ നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആദരിക്കുന്ന എത്രയെത്രയോ മഹാപ്രതിഭകൾ ഈ പറയുന്ന ക്ഷേത്രപ്രവേശനം ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങളിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുണ്ട്. ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മലയാളി ആദ്യം ഓർക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരാണ്. അരുവിപ്പുറം പ്രതിഷ്ഠ. ആ പ്രതിഷ്ഠയൊക്കെ ഇന്ത്യൻ ജനത മാത്രമല്ല, ലോകത്തിലെങ്ങുമുള്ള മനുഷ്യർ അവരുടെ മതമേതായാലും ജാതി ഏതായാലും അവർ ക്ഷേത്രത്തിലോ പള്ളിയിലോ ചർച്ചിലോ പോകുന്നവരോ പോകാത്തവരോ ആയാലും അതിനവർ അഭിവാദ്യം ചെയ്യുകയാണ്. അത്ഭുതകരമായ കാര്യം, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ക്ഷേത്രപ്രവേശന സമരത്തിന് നേതൃത്വം നൽകിയ സഖാവ് പി കൃഷ്ണപിള്ളയോ AKGയോ വേലുക്കുട്ടി അരയനോ ക്ഷേത്രത്തിൽ പോകുന്നവരോ എന്തിനും മതവിശ്വാസികൾ പോലും ആയിരുന്നില്ല. മതവിശ്വാസികളുടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി മതവിശ്വാസികളും മതവിശ്വാസികളല്ലാത്തവരും ഒത്തൊരുമിച്ച് നടത്തിയ ഇതിഹാസ സമാനമായ മഹാസമരങ്ങളുടെ സ്മരണകളാണ് സത്യത്തിൽ ഇരമ്പുന്നത്. എന്നാൽ അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ഒരു ഗർജനമാണ്. അതോടൊപ്പം തന്നെ നിലവിളികളാണ്, കൊലവിളികളാണ്. നമ്മുടെ ജനാധിപത്യ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിൻ്റെ മൂല്യങ്ങളെല്ലാം കുത്തിച്ചോർത്തുന്ന ഏറ്റവും ഭീകര പ്രവർത്തനമാണ് സത്യത്തിൽ ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്ഷേത്രത്തിൻ്റെയോ പള്ളിയുടെയോ ചർച്ചിൻ്റെയോ പ്രശ്നമേ അല്ല. അതാണ് ജനാധിപത്യവാദികൾ ആദ്യം ആഴത്തിൽ തിരിച്ചറിയേണ്ടത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമുക്ക് എത്ര വേണമെങ്കിലും രാമക്ഷേത്രങ്ങൾ, ഇന്ത്യ വളരെ വിസ്തൃതമായൊരു ഭൂപ്രദേശമാണ്. അവിടെ എവിടെ വേണമെങ്കിലും എത്ര വേണമെങ്കിലും രാമക്ഷേത്രങ്ങൾ, എത്ര വേണമെങ്കിലും പള്ളികൾ, ചർച്ചുകൾ ആവശ്യക്കാർക്ക് ഉണ്ടാക്കാവുന്നതാണ്. വിശ്വാസികൾക്ക് പോകാവുന്നതാണ്, വിശ്വാസമില്ലാത്തവർക്ക് പോകാതിരിക്കാവുന്നതാണ്. ഇതെല്ലാം ജനായത്തത്തിൻ്റെ മധുരമാണ്. എന്നാൽ ജനായത്തത്തിൻ്റെ മധുരത്തിൻ്റെ എല്ലാ മനോഹാരിതയും നഷ്ടപ്പെടുത്തി മനുഷ്യബന്ധങ്ങളിൽ മുറിവുണ്ടാക്കുന്ന തരത്തിൽ നേരത്തെ പരാമർശിച്ച ആവിഷ്കാരത്തിന് പകരം അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു നടത്തിയത് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമാണ്. ക്ഷേത്രത്തിൽ നിന്നൊക്കെ പുറത്താക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയാണ് സഖാവ് പി കൃഷ്ണപിള്ളയും AKGയും വേലുക്കുട്ടി അരയനും ഉൾപ്പെടെ നിരവധി പേർ, അവരുടെ മുഴുവൻ പേരുകൾ ഈ ഒരു സമയത്ത് ഓർമ്മിച്ചെടുക്കേണ്ടത് അനിവാര്യമാണ്. പക്ഷെ ഒരു സമയപരിമിതി പരിഗണിച്ച് അത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഞാൻ പറയുന്നത്, ഇത് രാമക്ഷേത്രം പണിയുന്നതിൻ്റെയോ അതിൻ്റെ പ്രതിഷ്ഠ നടത്തുന്നതിൻ്റെയോ അവിടെ ആരാധന നടത്തുന്നതിൻ്റെയോ പ്രശ്നമല്ല. അവിടെയാണ് എന്തുകൊണ്ടാണ് ജനാധിപത്യവാദികൾ
ഇതിനെ പ്രശ്നവൽക്കരിക്കുന്നത്. അതായത് ഇത്രയും വിസ്തൃതമായ ഇന്ത്യ രാജ്യത്ത് അയോധ്യയിൽ തന്നെ ബാബറി മസ്ജിദ് പൊളിച്ചതിൻ്റെ മുകളിൽ തന്നെ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ മൃതദേഹത്തിന് മുകളിൽ തന്നെ ഇത്തരമൊരു ക്ഷേത്രം ഉണ്ടാക്കണം. ഇത് ജനായത്വമായിട്ട് പൊരുത്തപ്പെടില്ല എന്ന് മാത്രമല്ല, തന്ത്രസമുച്ചയം ഉൾപ്പെടുന്ന ക്ഷേത്രപ്രതിഷ്ഠയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആധികാരികമായി പലരും പരിഗണിക്കുന്ന ഗ്രന്ഥങ്ങളുടെ കാഴ്ചപ്പാടിൽ പോലും ഇത് അനുചിതമാണ്. സുരക്ഷിതത്വവും സമാധാനവും സ്വസ്ഥതയുമുള്ള സ്ഥലങ്ങളിൽ, സംഘർഷമില്ലാത്ത സ്ഥലങ്ങളിൽ, തർക്കമില്ലാത്ത സ്ഥലങ്ങളിൽ ആണ് പ്രതിഷ്ഠ നടത്തേണ്ടത് എന്നുള്ളതാണ് പൊതുവിൽ തന്ത്രശാസ്ത്രം പറയുന്നത്. ഈ അടുത്ത് സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധികൾ എഴുതിയ ഒരു പ്രബന്ധത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ചോറ്റാനിക്കര ക്ഷേത്രം അത് മാറ്റി പ്രതിഷ്ഠിക്കാൻ കാരണം സ്വസ്ഥതയുള്ളിടത്തേക്ക്, സമാധാനമുള്ളിടത്തേക്ക് വിഗ്രഹത്തിൻ്റെ ചൈതന്യത്തെ ആവാഹിച്ചുകൊണ്ട് പ്രതിഷ്ഠിക്കാൻ തന്ത്രസമുച്ചയത്തിൽ ഒക്കെ പറയുന്നുണ്ട്. അതായത് സംഘർഷമുള്ള സ്ഥലത്ത് കൂടുതൽ സംഘർഷം ഉണ്ടാക്കാൻ പ്രതിഷ്ഠ നടത്തുക എന്നുള്ളത് ജനായത്തത്തിന് മാത്രമല്ല, മറിച്ച് മതാത്മക കാഴ്ചപ്പാടിന് മുറിവേൽപ്പിക്കുന്നതാണ്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതി വ്യക്തമാക്കിയതാണ്. നമ്മുടെ നാട്ടിലെ സകലമാന മനുഷ്യരും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ് ബാബറി മസ്ജിദ് ഇടിച്ചു പൊളിക്കുന്ന ആ ഭീകര ദൃശ്യം. സത്യത്തിൽ ഇതിനെ, ബാബറി മസ്ജിദ് ഇടിച്ചു പൊളിക്കുന്നതിനെ ഭീകരതയുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തേണ്ടത്. ഞാൻ അതിൽ കുറഞ്ഞോ അതിൽ കൂടിയോ ഒന്നും അതിൽ കാണുന്നില്ല. അതിന് മറ്റൊരടിസ്ഥാനവുമില്ല. അതിന് തെളിവ് ഈ ഇടിച്ചു പൊളിക്കലിന് നേതൃത്വം കൊടുത്ത സംഘപരിവാറിൻ്റെ അക്കാലത്തെ രൗദ്ര നേതാവായിരുന്ന അദ്വാനി പോലും ഞങ്ങളിത് ഇടിച്ചു പൊളിച്ചത് ന്യായമാണ് എന്ന് നിവർന്നെന്ന് പറയുന്നതല്ല നമ്മൾ കണ്ടത്. ഞാൻ രാഷ്ട്രത്തോട് മാപ്പ് ചോദിക്കുന്നു എന്നാണ് ഡിസംബർ 7-ന് ഈ പൊളിക്കലിന് നേതൃത്വം കൊടുത്ത അദ്വാനി പറഞ്ഞത്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഇത് ന്യായമാണെങ്കിൽ, ഇത് എത്രയോ കാലത്തെ അടിമത്തത്തിൻ്റെ അവശിഷ്ടമാണെങ്കിൽ ഞങ്ങളത് അടിച്ചു പൊളിച്ചു, ലോകമത് കണ്ടു, ഞങ്ങളതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. നമ്മുടെ നാട്ടിൽ പലതരം ഭീകര സംഘടനകൾ അത്യന്തം ക്രൂരമായ ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നിരപരാധികളുടെ മേൽ, നിഷ്കളങ്കരുടെ മേൽ നിങ്ങളിത് കെട്ടിവെക്കണ്ട, ഞങ്ങളാണിത് ചെയ്തത്. എന്നാൽ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ ഈ ഭീകരപ്രവർത്തനം നടത്തിയിട്ട് ഈ ഭീകരപ്രവർത്തനം ന്യായമായിരുന്നു, എത്രയോ നൂറ്റാണ്ടിൻ്റെ അവമാനമാണ് ഞങ്ങൾ തുടച്ചു നീക്കിയത്, രാമജന്മഭൂമിയിൽ രാമൻ്റെ ക്ഷേത്രം തകർത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു വിദേശിയായ ബാബർ കെട്ടിപ്പൊക്കിയ ഇന്ത്യയുടെ അവമാനമായ ഈ ഒരു കെട്ടിടം പൊളിച്ചത് ഞങ്ങളാണ് എന്നെന്തുകൊണ്ട് ഡിസംബർ 7-ന് പറഞ്ഞില്ല? എന്തിനു മാപ്പ് ചോദിച്ചു? കുറ്റബോധം കൊണ്ടാണോ? കബളിപ്പിക്കാനാണോ? ഫാസിസത്തിൻ്റെ സ്ഥിരം രാഷ്ട്രീയ ട്രപ്പീസിൻ്റെ ഭാഗമായിട്ടാണോ? അത് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യൻ ജനതയ്ക്കില്ല. അത് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം ഈ ഭീകരത നിർവഹിച്ചവർക്കാണ്. ഇനിയും സമയമുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ഇത് പ്രാണപ്രതിഷ്ഠയല്ല, ഇന്ത്യൻ മതനിരപേക്ഷതയുടെ പ്രാണൻ കവർന്നെടുക്കുന്ന ഒരു ഭീകര പ്രവർത്തനമാണ്. അത് ചിന്തിക്കുന്ന ഇന്ത്യൻ ജനത ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയും. അതുകൊണ്ട് ധാരാളം ക്ഷേത്രങ്ങൾ ഉണ്ടാവട്ടെ, ധാരാളം പള്ളികൾ ഉണ്ടാവട്ടെ, ഉണ്ടാവാതിരിക്കട്ടെ, ആളുകൾ അതിൽ ആരാധന നിർവഹിക്കാൻ പോകട്ടെ, പോകാതിരിക്കട്ടെ, പ്രശ്നം അതൊന്നുമല്ല. മതനിരപേക്ഷതയ്ക്ക് മുറിവേൽക്കാൻ പാടില്ല. മതനിരപേക്ഷത നിലനിൽക്കുന്നില്ലെങ്കിൽ നമുക്കറിയാം, മതങ്ങൾ തമ്മിൽ മാത്രമല്ല, നമ്മുടെ സാഹിത്യം, തത്വചിന്ത, കല, നമ്മുടെ സൗഹൃദം, അതെല്ലാം പ്രതിസന്ധി നേരിടും. അതുകൊണ്ട് ഇന്ത്യൻ ജനത ജനുവരി 22-ന് അയോധ്യയിൽ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ആഘോഷപൂർവ്വം നിർവഹിക്കുമ്പോൾ പ്രതിജ്ഞയെടുക്കേണ്ടത്
ഞങ്ങൾ മതനിരപേക്ഷതയ്ക്ക് സ്വന്തം ജീവിതം കൊണ്ട് കാവൽ നിൽക്കും. എന്ത് പ്രകോപനത്തെയും ഞങ്ങൾ അതിജീവിക്കും. വികാര ഭീകരതയെ വിചാര ധീരത കൊണ്ട് ഞങ്ങൾ അതിജീവിക്കും എന്ന പ്രതിജ്ഞ എടുക്കാനുള്ള ദിവസമായി ജനുവരി 22-ന് ഇന്ത്യൻ ജനത മാറ്റുമെന്നാണ് ഒരു ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ആരാണ് സത്യത്തിൽ അയോധ്യയെ സംഘർഷ കേന്ദ്രമാക്കിയത്? അതിൻ്റെ ഒന്നാമത്തെ ക്രെഡിറ്റ് സത്യത്തിൽ ഇന്ത്യൻ ഫാസിസ്റ്റുകൾക്ക് പോലുമല്ല, അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വല അധ്യായമായിരുന്നു അയോധ്യ എന്ന് നമ്മൾ ഇന്ന് വീണ്ടും ഓർമ്മിച്ചെടുക്കണം. 1857 ബ്രിട്ടീഷുകാർ ശിപ്പായി ലഹള എന്ന് വിളിച്ച ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ജ്വലിക്കുന്ന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു അയോധ്യ. ഔധ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കർഷക സമരം. ജാതിക്കപ്പുറം മതത്തിനപ്പുറം ഞങ്ങൾ കർഷകർ, ഞങ്ങൾ അയോധ്യ നിവാസികൾ, ഞങ്ങൾ അധിനിവേശത്തിനെതിരെ പൊരുതുന്നവർ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭമാണ് അവിടെ നടന്നത്. അതിൽ പരിഭ്രാന്തരായ ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ് ഈ ജനങ്ങളുടെ ഉരുക്കുപോലെ ഉറച്ച ഐക്യം ഇടിച്ച് തകർക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, ജനങ്ങൾക്കിടയിലെ സൗഹൃദം തകർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബാബറി മസ്ജിദിനെ ഞാൻ അടിവരയിടുന്നു. അതുവരെ പറയത്തക്ക തർക്കങ്ങൾ ഒന്നുമില്ലാതെ ആ പ്രദേശത്തെ ജനങ്ങൾ സമാധാനപൂർണമായി കഴിഞ്ഞുകൂടുകയായിരുന്നു. അപ്പോൾ പോലും ഈ അയോധ്യയിൽ നിരവധി രാമക്ഷേത്രങ്ങളുണ്ട്. ഓരോ രാമക്ഷേത്രത്തിലെയും പുരോഹിതന്മാർ ഇതാണ് യഥാർത്ഥത്തിൽ രാമൻ ജനിച്ച സ്ഥലം എന്ന് പറഞ്ഞു പോരുന്നുണ്ട്. അവർക്കിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ലാതെ ബാബറി മസ്ജിദിനെ പറ്റി പറയത്തക്ക തർക്കങ്ങൾ ഒന്നുമില്ലാതെ കഴിഞ്ഞുകൂടിയ കാലത്ത് ഈ ബ്രിട്ടീഷ് വിരുദ്ധ സമരം വന്നപ്പോൾ ഈ സമരത്തിൽ പിളർപ്പുണ്ടാക്കാൻ, സാമുദായിക ഐക്യം തകർക്കാൻ ബ്രിട്ടീഷുകാർ കണ്ടെത്തി വളർത്തിയെടുത്തതാണ്. അതിൻ്റെ മുമ്പ് നിലനിന്നു പോകുന്ന ചില കെട്ടുകഥകളുടെ അടിത്തറയിൽ അവർ കെട്ടിപ്പൊക്കിയതാണ് വിദ്വേഷത്തിൻ്റെയും വിഭജനത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തിൻ്റെ ഏറ്റവും ആവിഷ്കാരമായിട്ട് ബാബറി പള്ളിയെ ഉപയോഗിക്കാനുള്ള ശ്രമം. അതിന് തുടക്കമിട്ടത് സത്യത്തിൽ ഒരുപക്ഷെ 1857 1838 ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ മോൺഗോമറി മാർട്ടിൻ ആണ് പണ്ട് നിലനിന്ന കെട്ടുകഥകൾ അടിസ്ഥാനമാക്കി ബാബറി മസ്ജിദിനെ ഒരു തർക്കപ്രശ്നമാക്കാൻ ആദ്യം ശ്രമിച്ചത്. എന്നാൽ അത് വേണ്ടത്ര പരിഗണിക്കപ്പെട്ടില്ല. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ 1857 ഈ ഉജ്ജ്വലമായ സമരം, മുസ്ലിം, ഹിന്ദു, മറ്റു മതങ്ങൾ, വിവിധ ജാതികൾ ഇവരൊക്കെ ബ്രിട്ടീഷ് വിരുദ്ധ ഐക്യത്തിൽ ഒന്നിച്ച ഒരു പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിലാണ് കാർണഗി എന്നു പേരുള്ള ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമായി കത്തിക്കുന്നതിന് വേണ്ടി ഇതിലിടപെടുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളെല്ലാം ഓർമ്മിച്ചെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 1857 വരെ ചെറിയ തോതിൽ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ജാത്യാചാരങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അതിൻ്റെയൊക്കെ കൂടി ഭാഗമായിട്ടാണല്ലോ 1829 സതി, വില്യം ബെന്റിക് പ്രഭു, രാജാറാം മോഹൻ റായുടെ ഇടപെടലിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിയമം മൂലം നിർത്തൽ ചെയ്യാൻ നേതൃത്വം നൽകിയത്. എന്നാൽ ഈ പ്രകാരത്തിൽ ജാതി മേൽക്കോയ്മയിൽ തൊട്ടുകളിക്കുന്നത്, ജമ്മിത്തത്തിൽ തൊട്ടുകളിക്കുന്നത്, പ്രത്യേകിച്ചും 1857 ജനങ്ങളുടെ ഐക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ തങ്ങൾക്ക് അപകടകരമായി തീരും എന്ന് കണ്ടിട്ടാണ് 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം, ഇന്ത്യക്കാരുടെ ജാത്യാചാരങ്ങളിൽ ഞങ്ങൾ ഇടപെടുകയില്ല. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് പുരോഗമനപരമായിട്ട് തോന്നും. ഇത് അങ്ങേയറ്റം പിന്തിരിപ്പനാണെന്ന് മാത്രമല്ല, ഇന്ത്യക്കാരുടെ ഐക്യം, ഈ ജാത്യാചാരങ്ങൾ, അനാചാരങ്ങൾ അവസാനിപ്പിച്ചാലേ വിവിധ ജാതികൾക്കിടയിൽ ഐക്യം ഉണ്ടാവുള്ളൂ, ഇന്ത്യക്കാർക്കിടയിൽ ഐക്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ജാത്യാചാരങ്ങളിൽ ഞങ്ങൾ ഇടപെടില്ല എന്നതിൻ്റെ പൊരുൾ വിവിധ ജാതികൾക്കിടയിൽ ഐക്യം ഉണ്ടാവാൻ ഞങ്ങൾ അനുവദിക്കില്ല, വിവിധ മതങ്ങൾക്കിടയിൽ ഐക്യം ഉണ്ടാവാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് 1857 ബ്രിട്ടീഷ് വിരുദ്ധ സമരകാലത്തും ബ്രിട്ടീഷുകാർക്ക് പിന്തുണ നൽകിയ ബൈരാഗികൾ എന്നറിയപ്പെടുന്ന പുരോഹിതന്മാർ, ആ പുരോഹിതന്മാർക്കുള്ള പുരസ്കാരമായിട്ടാണ് ആദ്യമായി ബ്രിട്ടീഷുകാർ
ബാബറി പള്ളിക്ക് മുമ്പിൽ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കാനുള്ള, രാമചമ്പൂത്ര എന്ന ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കാനുള്ള അനുവാദം നൽകുന്നത്. അന്നാണ് കിഴക്ക് ഭാഗത്തുകൂടി ബാബറി മസ്ജിദിലേക്ക് പ്രവേശിക്കാനുള്ള കിഴക്ക് ഭാഗത്തെ ഗേറ്റ് അടച്ചു പൂട്ടുന്നത്. അപ്പോൾ നമ്മൾ ഓർമ്മിക്കണം, മറ്റു ഭാഗത്തുകൂടെ ആളുകൾ പള്ളിയിൽ പ്രവേശിക്കുകയും ആരാധന നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോഴും ഇതേ ആരാധന അവിടെ തുടരുകയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇത്ര തർക്കമൊക്കെ ഉണ്ടാക്കിയെങ്കിലും ആ പ്രദേശത്തെ ജനങ്ങൾ ബ്രിട്ടീഷ് ചതിക്കുഴിയിൽ തലകുത്തി വീണില്ല എന്ന് മാത്രമല്ല, അതിനെതിരെ അവിടുത്തെ ജനങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിക്കൽ നയത്തിനെതിരെ വലിയ സമരം നടത്തി. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത മനുഷ്യസ്നേഹികളായ ഇസ്ലാമിക പണ്ഡിതനായ അമീർ അലിയും മൗലവി അമീർ അലിയും ഹിന്ദുമത സന്യാസിയായ ബാബ രാമേന്ദ്രദാസും രണ്ടുപേരും പ്രഖ്യാപിച്ചു, ഞങ്ങൾക്കിടയിൽ ഇവിടെ തർക്കമില്ല, ബാബറി മസ്ജിദ് ഞങ്ങൾക്ക് തർക്ക പ്രശ്നമല്ല എന്ന് അവർ പ്രഖ്യാപിച്ചു. അതിൽ അസ്വസ്ഥരായ ബ്രിട്ടീഷുകാർ ഈ രണ്ട് മനുഷ്യസ്നേഹികളെ സാമുദായിക സൗഹാർദ്ദത്തിന് വേണ്ടി നിലക്കൊണ്ടതിൻ്റെ പേരിൽ അയോധ്യയിൽ ഒരു പുളിമരത്തിൽ വെച്ച് കെട്ടിത്തൂക്കി കൊല്ലുകയായിരുന്നു എന്ന് ഇന്നെങ്കിലും നമ്മൾ തിരിച്ചറിയണം. എന്നിട്ടും ജനങ്ങൾ പിറകോട്ട് പോയില്ല. അവർ ആ പുളിമരത്തിന് ചുറ്റും 1850 മറ്റും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒത്തുചേർന്നു. അത് ബ്രിട്ടീഷുകാരെ വീണ്ടും പരിഭ്രാന്തരാക്കി. അവർ ആ പുളിമരം വേരോടെ പിഴുതെടുക്കുകയാണ് ചെയ്തത്. അതായത് സൗഹൃദത്തിൻ്റെ ഒരു സ്മാരകവും ഇന്ത്യയിൽ നിലനിൽക്കരുത് എന്ന ബ്രിട്ടീഷ് അജണ്ടയാണ്. പക്ഷേ ആ അജണ്ട പോലും അവർക്ക് നടപ്പിലാക്കാനായില്ല. അതിൻ്റെ തെളിവാണ് 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും വിഭജനത്തിൻ്റെ വേദനാജനകമായ അവസ്ഥയിലൂടെ വലിയ വർഗീയ കലാപങ്ങൾ നടക്കുമ്പോഴും ബാബറി മസ്ജിദ് തന്നെയായി തുടർന്നു എന്നത്. അല്ലെങ്കിൽ ആ വിഭജനകാലത്തെ കലാപത്തിൽ ബാബറി മസ്ജിദ് ഇല്ലാതാകുമായിരുന്നു. ഇല്ലാതായില്ല. അയോധ്യയിലെ മനുഷ്യർ ആ കലാപത്തിൻ്റെ തീയാളി കത്തിയപ്പോഴും ബാബറി മസ്ജിദിൻ്റെ പരിസരത്ത് ആ തീയവർ സൗഹൃദത്തിൻ്റെ വെള്ളമൊഴിച്ച് കെടുത്തുകയാണ് ഉണ്ടായത്. മൂന്നാമത്തെ കാര്യം, പിന്നെ എപ്പോഴാണ് ബാബറി മസ്ജിദ് വലിയൊരു തർക്കപ്രശ്നമായി തീർക്കാൻ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ തെരഞ്ഞെടുത്ത സമയം ഏതാണ്? ആ സമയം മഹാത്മാഗാന്ധി വധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ ജനങ്ങൾക്കിടയിൽ നിന്ന് കടുത്ത എതിർപ്പുകൾ നേരിട്ട് അവരൊറ്റപ്പെട്ടപ്പോൾ ഈ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ കണ്ടൊരു കുറുക്ക് വഴിയാണ് ബ്രിട്ടീഷുകാർക്ക് പൊളിക്കാൻ കഴിയാത്ത ബാബറി മസ്ജിദ് പൊളിക്കാനുള്ള ആസൂത്രിതമായ അജണ്ട. അതിൻ്റെ ഭാഗമായിട്ടാണ് 1949 ഡിസംബർ 22 ബാബറി മസ്ജിദിലേക്ക് 50-60 ഗുണ്ടകൾ രാംലല്ലയുടെ, കുട്ടിരാമൻ്റെ, ബാലരാമൻ്റെ വിഗ്രഹം ഇടിച്ച് കയറ്റിയത്. ഏത് തന്ത്രശാസ്ത്ര വിധിപ്രകാരമാണ് ഒരാരാധനാലയത്തിലേക്ക് മറ്റൊരാരാധനാലയത്തിൻ്റെ വിഗ്രഹം ഇടിച്ചു കയറ്റുന്നത് ന്യായീകരിക്കപ്പെടുക? ഏത് ജനായത്ത തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യായീകരിക്കപ്പെടുക? അതുകൊണ്ടാണ് ഈ വിവരം കേട്ട ഉടൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്, ആ വിഗ്രഹമെടുത്ത് സരയൂ നദിയിലേക്ക് വലിച്ചെറിയണം. എന്നാൽ വലിച്ചെറിയുന്നതിന് പകരം ജില്ലാ കലക്ടറായ കെ നായർ എന്ന കരുണാകരൻ നായർ അതിനെല്ലാവിധ സംരക്ഷണവും നൽകുകയാണ് ഉണ്ടായത്. ആ സംരക്ഷണം നൽകിയതിന് പ്രത്യുപകാരമായി 1967 കുട്ടനാട്ടുകാരനായ കരുണാകരൻ നായർ എന്ന ജില്ലാ കലക്ടറെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ജനസംഘം ടിക്കറ്റിൽ വിജയിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശകുന്തളാദേവിയെ കൂടി ജനസംഘം ടിക്കറ്റിൽ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നാം ഓർമ്മിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ബ്രിട്ടീഷുകാർക്ക് കഴിയാത്തത് ഇന്ത്യൻ ഫാസിസ്റ്റുകൾക്ക് കഴിഞ്ഞു എന്നതാണ്. 49 ഡിസംബർ 22 അതിനെ പ്രതിരോധിക്കുന്നതിൽ ഇന്ത്യൻ സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ആ പരാജയത്തിന്
ഇന്ത്യ നൽകേണ്ടി വരുന്ന വിലയാണ്. ആ പരാജയത്തിന് ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരുക്കാണ് സത്യത്തിൽ ഇന്ന് പ്രാണപ്രതിഷ്ഠ എന്ന പേരിൽ നമ്മെ തുറച്ചു നോക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിൽ നാം തോറ്റുപോകുന്ന ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൻ്റെ ജനായത്ത മൂല്യം കുറഞ്ഞ് കുറഞ്ഞ് വരാനിടയാക്കുമെന്ന് ഓർമ്മിപ്പിക്കാൻ ഈ ദിവസം എല്ലാ ഇന്ത്യക്കാരും, അവരേത് മതത്തിൽപ്പെട്ടവരോ പാർട്ടിയിൽപ്പെട്ടവരോ ആവട്ടെ, അവർ മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഏറ്റവും മൗലികമായ കാര്യം. പക്ഷെ അടുത്ത ചോദ്യം, 49 ഡിസംബർ 22 സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. അത് തിരുത്തുന്നതിൽ ഇന്ത്യൻ സർക്കാർ പരാജയപ്പെട്ടു. അത് കൃത്യം ചൂണ്ടിക്കാണിച്ച് ആ പരിമിതിക്കെതിരെ പ്രതികരിക്കുന്നതിൽ വേണ്ടത്ര വിജയിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക കലാവിഷ്കാരങ്ങൾക്കും കഴിഞ്ഞുവോ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. അതെന്തോ ആവട്ടെ, അതൊക്കെ കഴിഞ്ഞ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യക്കാർ സ്വപ്നത്തിൽ കണ്ടിട്ടില്ലാത്ത 1992 ഡിസംബർ 6 ഞായറാഴ്ച ഇത് ഇടിച്ചു പൊളിച്ച് ഇത് ലോകം കാണുകയാണ്. ഈ ഇടിച്ചു പൊളിക്കൽ ആഘോഷിക്കപ്പെടുകയാണ്. ഇത് നടക്കുന്നത് വീണ്ടും നമ്മൾ ഓർമ്മിച്ചെടുക്കണം. ഗോൾഡൻ ടെമ്പിളിലെ സുവർണക്ഷേത്രത്തിലെ ഭീകരവാദികൾ, ഏറ്റവും സായുധരായ ഭീകരവാദികളെ പോലും ആ സുവർണക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിഞ്ഞ ഇന്ത്യൻ പട്ടാളം ഉൾപ്പെടെ സായുധ ശക്തി, ആ സായുധ ശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ്, ഇന്ത്യൻ സ്റ്റേറ്റിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇന്ത്യൻ സ്റ്റേറ്റ് ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയ ബാബറി പള്ളിക്ക് ഒരു പോറലും ഏൽക്കില്ല എന്ന നരസിംഹറാവു അന്നത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെ നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്, കർസേവ സായുധമാവില്ല എന്നൊരു ധാരണയിൽ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ്. പക്ഷെ അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കർസേവ രാമനാമ ജപമല്ല, തൃശൂലം കൊണ്ടാണ് ഞങ്ങൾ നിർവഹിക്കുന്നത് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഫാസിസ്റ്റുകൾ പ്രകോപന പ്രഭാഷണങ്ങൾ, വിദ്വേഷങ്ങൾ, ധർമ്മ സംസദ് എന്ന പേരിൽ മതസമ്മേളനത്തിന് അവമാനമുണ്ടാക്കുന്ന നിരവധി സംഭവങ്ങൾ, ഇതിൻ്റെ ഒക്കെ തുടർച്ചയിലാണ് ഇന്ത്യയിൽ രക്തമൊഴുക്കിയ അദ്വാനിയുടെ നേതൃത്വത്തിലുള്ള രഥയാത്ര, ഇതിൻ്റെ ഒക്കെ തുടർച്ചയിലാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത 1992 ഡിസംബർ 6 സംഭവിക്കുന്നത്. സംഭവിച്ച ഉടനെ പിറ്റേ ദിവസം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അദ്വാനി മാപ്പ് ചോദിച്ചു. പക്ഷേ ഒരാഴ്ച കഴിയേണ്ടി വന്നില്ല. ഫാസിസം അതിന് സഹജമായ സാമർത്ഥ്യ പ്രകടനം നടത്തി. അവർ പറഞ്ഞു ഇത് ദൈവഹിതമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തെ കൂടി ഈ ഭീകരകൃത്യത്തിൽ അവർ പങ്കാളിയാക്കി. പലരും വിചാരിച്ചു ഇവിടെ നിൽക്കും, നിന്നില്ല. ഒരു മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരുപക്ഷെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഭൂരിപക്ഷത്തിൻ്റെ ഹിതത്തിന് ന്യൂനപക്ഷം കീഴടങ്ങണം. സത്യത്തിൽ ഇത് ഒരഭിപ്രായ പ്രകടനമല്ല, ഇതൊരു അലർച്ചയാണ്, ഫാസിസ്റ്റ് അലർച്ചയാണ്. അവിടെയും നിന്നില്ല. 1993 ഡിസംബർ 6 ഇത് വിജയദിനമായി ആഘോഷിക്കണം. ആരുടെ വിജയം? എന്തിൻ്റെ വിജയം? എത്രയോ നൂറ്റാണ്ടുകളായി ആരാധന നടന്നു പോരുന്ന ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയം ഇടിച്ചു പൊളിച്ചത് എന്ത് വിജയമാണ്? അത് ജനായത്വത്തിൻ്റെ പരാജയമാണ്, മനുഷ്യത്വത്തിൻ്റെ പരാജയമാണ്. ആ പരാജയത്തിൽ പ്രായശ്ചിത്തം നടത്തുന്നതിന് പകരം ഈ കുറ്റകൃത്യത്തെ ആഘോഷിക്കുന്ന അവസ്ഥ, അതിൻ്റെ ഭാഗമായി വിജയദിനം തുടങ്ങി. പിന്നെ നടന്ന കോടതി വ്യവഹാരങ്ങളുടെയൊക്കെ കാര്യം എല്ലാവർക്കും വ്യക്തമാണ്. അതുകൊണ്ട് ഞാനത് ചുരുക്കി പറയുന്നില്ല. ഇത് ഇടിച്ചു പൊളിച്ച കുറ്റകൃത്യത്തെ സുപ്രീം കോടതി അപലപിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഇടിച്ചു പൊളിച്ചതിനെ അപലപിക്കുമ്പോൾ ഇത് രാഷ്ട്രത്തിൻ്റെ കളങ്കമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഔപചാരികമായ ഒരു കോടതി വിധി നിലവിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ആ കോടതി വിധിയുടെ മറവിൽ എല്ലാ മതനിരപേക്ഷ മൂല്യങ്ങളും, കാരണം
ക്ഷേത്രം നിർമ്മിക്കേണ്ട, അതിന് നേതൃത്വം നൽകേണ്ട, മതവുമായി ബന്ധപ്പെട്ട ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ആചാര്യ സമൂഹത്തെ പുറന്തള്ളി ഇന്ത്യയിലെ രാഷ്ട്രവ്യവസ്ഥയുടെ നേതൃത്വം വഹിക്കേണ്ട മുഴുവൻ ജനങ്ങളുടെയും പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഒരു മതവിഭാഗത്തിൻ്റെ പുരോഹിതൻ്റെ പദവിയിലേക്ക് മാറി നിൽക്കുന്ന കാഴ്ച. അതോടൊപ്പം തന്നെ എത്രയെത്രയോ ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുണ്ട്. ലോകം തന്നെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന നിരവധി ആരാധനാലയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത വിധം സർക്കാർ ജീവനക്കാർക്ക് അവധി കൊടുക്കൽ, ഇത് രാഷ്ട്രത്തിൻ്റെ, ഇതൊരു ദേശീയ സംഭവമാണ്. ഇതൊരു മതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജാതിയുടെ അല്ലെങ്കിൽ രാമഭക്തി ഉള്ളവരുടെ ഒരാഘോഷമല്ല. ഇത് ഇന്ത്യൻ ജനതയുടെ മുഴുവൻ ആഘോഷമാണ് എന്ന അർത്ഥത്തിൽ ഒരു പടി കൂടി കടന്ന് 2020 ആഗസ്റ്റ് 5 ഇതിൻ്റെ ശിലാസ്ഥാപനം. അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് ഇത് രാമക്ഷേത്രമല്ല, ഇത് രാമരാജ്യത്തിൻ്റെ ശിലാസ്ഥാപനമാണ്. ഒടുവിൽ എത്തിപ്പെട്ടിരിക്കുന്നത് രാമരാജ്യമെന്ന ഒരാശയം. അത് മഹാത്മാഗാന്ധിയുടെ രാമനല്ല, നമ്മളെല്ലായ്പ്പോഴും ആവർത്തിക്കാറുണ്ട് അത് ഗോഡ്സെയുടെ രാമനാണ്. പക്ഷെ അത് ഗോഡ്സെയുടെ രാമനിൽ നിന്ന് പോലും നിൽക്കുന്നില്ല. മറിച്ച് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ അവരുടെ ഒരു സാംസ്കാരിക മേൽക്കോയ്മ ദൃഢപ്പെടുത്താൻ വേണ്ടി രൂപപ്പെടുത്തിയെടുത്ത നിരവധി പരികൽപ്പനകളുമായി ചേർത്ത് വെച്ചാണ് രാമരാജ്യം എന്ന പരികൽപ്പനയെ ഇന്ന് പരിശോധിക്കേണ്ടത്. അത്തരമൊരു പരിശോധന സത്യത്തിൽ വളരെ മുമ്പേ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്, കേരളത്തിൽ നടന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ അഭിമാനമായ ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, നമുക്ക് സന്യാസം നൽകിയത് ബ്രിട്ടീഷുകാരാണ്. ശിഷ്യർ പരിഭ്രമിച്ചു. അവർ വിദേശികളല്ലേ, അവർക്ക് സന്യാസം നൽകാൻ എങ്ങനെ കഴിയും? അപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞത്, ആ ശ്രീരാമനും മറ്റുമായിരുന്നു ഇവിടെ ഇപ്പോൾ ഭരണം നടത്തിയിരുന്നുവെങ്കിൽ ആ ശംഭൂകൻ്റെ അവസ്ഥയല്ലേ നമുക്കുണ്ടായിത്തീരുക, പിന്നെ പ്രതിഷ്ഠ നടത്താൻ നമ്മൾ ബാക്കിയുണ്ടാവുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇങ്ങനെ കേരളത്തിൻ്റെയും ഇന്ത്യയിലെയും കീഴാള നവോത്ഥാനം നടത്തിയിട്ടുള്ള നിരവധി ഇടപെടലുകളുണ്ട്. ഞാൻ നേരത്തെ സ്വാമി വിശ്വനാഥ ശക്തിബോധിയെ പറ്റി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രബന്ധത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, രാമഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ വാൽമീകി മുതൽ എഴുത്തച്ഛൻ വരെ, കമ്പന് മുതൽ തുളസീദാസർ വരെ നിരവധി പേർ രാമനെ അവതരിപ്പിച്ചിട്ടുണ്ട്, രാമനെ ഹൃദയംഗമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വിവേകാനന്ദനൊക്കെ ജീവിച്ച കാലഘട്ടത്തിൽ അദ്ദേഹം ഉൾപ്പെടെ ഇവരാരും തന്നെ ബാബറി പള്ളി, രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം തകർത്ത് നിർമ്മിച്ചതാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വരി, ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. വാൽമീകി മുതൽ എഴുത്തച്ഛൻ വരെ, കമ്പന് മുതൽ തുളസീദാസൻ വരെ, വിവേകാനന്ദൻ വരെ പരാമർശിക്കാത്ത ഒരു കാര്യം നേരത്തെ പരാമർശിച്ച ബ്രിട്ടീഷ് അജണ്ടയായി, ആ അജണ്ടയുടെ തുടർച്ചയായിട്ടാണ് ഈ ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഒറ്റ വാചകത്തിൽ ഇത് ഒതുക്കി പറയുന്നത്. എത്ര ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും വേണ്ടവർക്ക് ഉണ്ടാകാവുന്നതാണ്, അതിലവർക്ക് ആഹ്ലാദിക്കാവുന്നതാണ്, അത് ആഘോഷിക്കാവുന്നതാണ്. പക്ഷെ അതിൽ മറ്റെല്ലാ മനുഷ്യരും നിർബന്ധമായും അണിചേരണം. നിങ്ങളൊക്കെ വീട്ടിൽ ദീപം തെളിയിക്കണം, നിങ്ങളൊക്കെ രാമനാമം ജപിക്കണം എന്ന് കൽപ്പിക്കാൻ ആർക്കും അവകാശമില്ല. ഒരു പ്രതിഷ്ഠാകർമ്മം എന്ന് പറയുന്നത് കൽപ്പിക്കലിനും അനുസരിക്കലിനും ഇടയിൽ ആരംഭിച്ച് അവസാനിക്കേണ്ട കാര്യമേയല്ല. അതൊരു ദേശത്തിൻ്റെ മുഴുവൻ പ്രശ്നമല്ല. അത് അതാത് പ്രതിഷ്ഠകളിൽ പ്രിയമുള്ള, താല്പര്യമുള്ള, ഭക്തിയുള്ള മനുഷ്യരുടെ പ്രശ്നമാണ്. അതിനു പകരം ഇതിനൊരു ദേശീയ പ്രശ്നമാക്കാനുള്ള ശ്രമം ഇന്ത്യൻ ഫാസിസത്തിൻ്റെ അജണ്ടയാണ്. അതുകൊണ്ട് ഇതിനെ ഒരു ആത്മീയ ആവിഷ്കാരം എന്ന അർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അധികാര അജണ്ട, ഇന്ത്യൻ ഫാസിസത്തിൻ്റെ
അധികാര അജണ്ട എന്ന നിലയിലാണ് തിരിച്ചറിയേണ്ടത് എന്നാണ്. അതുകൊണ്ട് ആദ്യം പറഞ്ഞ ആ വാക്യം ഒന്നുകൂടി അമർത്തി പറയുന്നു. ഇത് പ്രാണപ്രതിഷ്ഠയാകണമെങ്കിൽ ഇന്ത്യൻ ജനതയുടെ ജനായത്തത്തിൻ്റെ പ്രാണന് പുളകം നൽകുന്ന, അഭിമാനം നൽകുന്ന ഒരന്തരീക്ഷത്തിലേക്ക് അത് രൂപപ്പെടണം. എന്നാൽ അതിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത് ആത്മീയതയുടെ അടിസ്ഥാനത്തിലല്ല, അധികാര രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഇന്ത്യൻ ജനായത്ത കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്നവർ ഈ അധികാര അജണ്ടക്കെതിരെയുള്ള അവരുടെ നിരന്തരമായ ആശയപ്രചാരണം തുടരാനുള്ള ദിവസമായി, അതിന് കുറേ കൂടി ഊർജം പകരുന്ന ദിവസമായി ജനുവരി 22 കാണണം. അതോടൊപ്പം ബാബറി മസ്ജിദ് ഇടിച്ചു പൊളിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ അതിനെ അതിജീവിച്ചുകൊണ്ട് സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സംവാദത്തിൻ്റെതുമായ ഒരു മതനിരപേക്ഷ ജീവിതം സാധ്യമാക്കാൻ, അതിനുവേണ്ടി പൊരുതാനുള്ള വലിയ ഒരു സന്ദർഭമായി ഇതിനെ ഇന്ത്യൻ ജനത മാറ്റിയെടുക്കണം, മാറ്റിയെടുക്കും. ഇന്ത്യൻ റിപ്പബ്ലിക് അതിജീവിക്കും എന്ന പ്രതീക്ഷയാണ് ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഈ സമയത്ത് ഞാൻ പങ്കുവെക്കുന്നത്. സത്യത്തിൽ ശ്രീരാമൻ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനതയുടെ ഹൃദയാവിഷ്കാരത്തിൻ്റെ ഏറ്റവും സാന്ദ്രമായ, മനോഹരമായ വിശ്വാസത്തിൻ്റെ ഭാഗമായ രാമ 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 പാഹിമാം പരമാനന്ദം എന്നതേ പറയാവൂ എന്ന് കവിയൊക്കെ പാടിയ അവസ്ഥയിൽ രാമൻ എന്ന് പറയുന്നത് ഹൃദയമന്ത്രമായി സ്വീകരിച്ച, ഒരു പരസ്യത്തിനും ലേലത്തിനും ബഹളം വെപ്പിനും വേണ്ടിയല്ലാതെ സ്വന്തം മനസ്സിൻ്റെ സാന്ത്വനത്തിനും ശക്തിക്കും സ്വന്തം വിശ്വാസത്തിൻ്റെ സാക്ഷാത്കാരത്തിനും വേണ്ടി രാമനാമം ജീവിത ആവിഷ്കാരമാക്കി തീർത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ മുമ്പും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഇന്ത്യയിലുണ്ട്, ഒരുപക്ഷെ നാളെയും അവരുണ്ടായിരിക്കും. അവരുടെ വിശ്വാസം, അവരുടെ ആചാരങ്ങൾ അതെല്ലാം ജനായത്തത്തിൻ്റെ ക്രമമനുസരിച്ച് ആദരിക്കപ്പെടേണ്ടതാണ്. ആ കാര്യത്തിൽ ആർക്കും സംശയമില്ല. മുമ്പും എത്രയോ മനുഷ്യർ രാമനാമധ്വജം ജീവിച്ചിട്ടുണ്ട്. അതല്ല ഇന്നത്തെ പ്രശ്നം. മറിച്ച് ജയ് ശ്രീറാം എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരാവിഷ്കാരം എന്ന നിലവിട്ട് ഒരലർച്ചയായി മാറുന്നുണ്ടോ? അത്തരമൊരു പശ്ചാത്തലത്തിലായിരുന്നു മുമ്പ്, വളരെ മുമ്പല്ല, 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിന് സീത ജയ് ശ്രീറാം വിളിച്ചിട്ടില്ല എന്ന് പേര് കൊടുത്തത്. കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത എന്ന കാവ്യത്തെ അടിസ്ഥാനമാക്കി നടത്തിയ ഒരു പ്രഭാഷണത്തിലാണ്, കാലിക്കറ്റ് സർവകലാശാലയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിലാണ് ഈ ആശയം അവതരിപ്പിച്ചത്. അത് പിന്നീട് ഒരു പ്രബന്ധമായി എഴുതുകയും ആ പ്രബന്ധം ഉൾപ്പെട്ട പുസ്തകത്തിന് കൊടുത്ത പേര് ഞാൻ ആവർത്തിക്കുന്നു, സീത ജയ് ശ്രീറാം വിളിച്ചിട്ടില്ല. സീത രാമനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. രാമനെക്കുറിച്ചുള്ള വിമർശനം പറയുമ്പോൾ തന്നെ രാമനോടുള്ള പ്രിയവും കുമാരനാശാൻ്റെ സീത ആവിഷ്കരിക്കുന്നുണ്ട്. അതൊന്നുമായിരുന്നില്ല തർക്കപ്രശ്നം. മറിച്ച് ജയ് ശ്രീറാം എന്ന് ആക്രോശിച്ചുകൊണ്ട് ആൾക്കൂട്ടം ഇല്ലാതാക്കിയ എത്രയെത്രയോ മനുഷ്യ ജീവിതങ്ങളുണ്ട്. അതോടുകൂടി ഭക്തരുടെ ഹൃദയമന്ത്രമായ റാം റാം എന്നുള്ളത്, മഹാത്മാഗാന്ധിയുടെ റാം റാം എന്നുള്ളത് കൊലവിളിക്കുള്ള ഒന്നായിട്ട് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. ഗാന്ധിയുടെ റാം റാം എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൗതുകകരമായ കാര്യം, രംഭ എന്നു പേരുള്ള ഗാന്ധിയുടെ വീട്ടിലെ ഒരു ജോലിക്കാരിയാണ്. ഗാന്ധി എപ്പോഴും പേടിച്ച് നിലവിളിച്ചതുകൊണ്ട്, ഗാന്ധിക്ക് എപ്പോഴും പേടിയായതുകൊണ്ട് ആ പേടി മാറ്റാൻ വീട്ടുജോലിക്കായി രംഭയാണ് രാമനാമം ജപിച്ചാൽ മതി, പേടിയില്ലാതാകും എന്ന് പറഞ്ഞത്. അങ്ങനെ പേടിയില്ലാതാവാൻ, പുളകം കിട്ടാൻ, പുണ്യം കിട്ടാൻ കോടിക്കോടി മനുഷ്യർ ജപിച്ച ആ രാമനാമ ജപത്തെയാണ് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ മറ്റുള്ളവരെ പേടിപ്പിക്കാൻ, വിരട്ടാൻ, വെട്ടിക്കൊല്ലാൻ ഉള്ള ഉരുപ്പടിയാക്കി ചുരുക്കിയത്. അതിനെതിരെയാണ് ഇന്ത്യയിലെ ജനാധിപത്യവാദികൾ, ഇന്ത്യയിലെ ഭക്തർ. നമുക്കറിയാം, അഗ്നിവേശ് മുതൽ സന്ദീപാനന്ദഗിരി മുതൽ വിശ്വഭദ്രാനന്ദ ശക്തിബോധി മുതൽ നിരവധി പേർ, എത്രയെത്രയോ ശങ്കരാചാര്യന്മാർ
ഇവരൊക്കെ ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള കാരണം ഇതിൻ്റെ രാഷ്ട്രീയ അജണ്ടയാണ്. അതുകൊണ്ട് ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന, അവരുടെ ഒരുമ ആഘോഷിക്കേണ്ട വ്യത്യസ്ത വിശ്വാസങ്ങളെ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള, നമ്മളെല്ലാം ഇപ്പോഴും ആവർത്തിക്കാറുണ്ട് ബ്രിട്ടീഷുകാരെക്കുറിച്ച്, ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിക്കുക ഭരിക്കുക. അതിന് പകരം ഡിവൈഡ് ആൻഡ് ഡിസ്ട്രോയ്, ഭിന്നിപ്പിക്കുക ഇല്ലാതാക്കുക എന്നൊരു പുതിയ ഘട്ടത്തിലേക്ക് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ ചുവട് വച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ജനായത്തവാദികൾ ഈ പ്രകോപനത്തിൻ്റെ, ഈ കൊലവിളിയുടെ ചതിക്കുഴിയിൽ ഒരു കാരണവശാലും ഇടറി വീഴാൻ പാടില്ല. ഞാൻ അവസാനിപ്പിക്കുന്നത് വൈലോപ്പിള്ളിയുടെ പ്രസിദ്ധമായുള്ള, ഒരുപക്ഷെ ഇന്ന് ഈ കലുഷമായ കാലത്ത് മനുഷ്യർക്ക് കരുത്ത് പകരുന്ന ഒരുമയുടെ, സൗഹൃദത്തിൻ്റെ കഥകൾ, കവിതകൾ, സിനിമകൾ, പാട്ടുകൾ, ചൊല്ലുകൾ ഇതൊക്കെ ആവർത്തിക്കണം. അതിലൊന്നാണ് വൈലോപ്പിള്ളി തൻ്റെ ഊഞ്ഞാലിൽ എന്ന കവിതയിൽ പറയുന്നുണ്ട്, മാവുകൾ പൂക്കും, മാനത്തമ്പിളി വികസിക്കും, മനുഷ്യർ പരസ്പരം സ്നേഹിക്കും, വിഹരിക്കും, ഉയിരിൻ കൊലക്കുടുക്കാക്കാവും കയറിനെ ഊഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. കൊലക്കയറിനെ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ മതനിരപേക്ഷതയുടെ കഴുത്തിൽ കുരുക്കിയിട്ട ആ കൊലക്കയർ അഴിച്ചെടുത്ത് സൗഹൃദത്തിൻ്റെ ആഘോഷമായി ആ കൊലക്കയറിനെ ഊഞ്ഞാലാക്കി തീർക്കാനുള്ള ജനായത്തത്തിൻ്റെ ശ്രമത്തിന് ഊർജം പകരാൻ കഴിയുന്ന തരത്തിലാണ് നമ്മുടെ എഴുത്തുകാർ, നമ്മുടെ കലാപ്രതിഭകൾ ഈ പ്രശ്നത്തിൽ പ്രതികരിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അതല്ലാതെ ക്ഷേത്രത്തിൽ പോകുന്നതിൽ എന്താണ് തകരാറ്, ഞാൻ ഭക്തയാണ് അതുകൊണ്ട് ഞാനിതിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത്. ഇത് ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെയും പോകാതിരിക്കുന്നതിൻ്റെയും പ്രശ്നമല്ല. ഇവിടെ എത്രയെത്രയോ ക്ഷേത്രങ്ങളിൽ, പള്ളികളിൽ, ചർച്ചുകളിൽ ആളുകൾ പോകുന്നുണ്ട്, വരുന്നുണ്ട്. അതൊന്നും ഇതുവരെ ഇവിടെ ഒരു പ്രശ്നമായിട്ടില്ല. എന്നാൽ ഇതൊരു പ്രശ്നമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തെ കാണാതെ ഇടിച്ചു പൊളിച്ച് തകർക്കപ്പെട്ട ബാബറി പള്ളിയുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് ഈ ക്ഷേത്രം ഉയർന്നു വരുന്നത് എന്ന് ഒരു ഇന്ത്യക്കാരൻ, അവരാരോ ആവട്ടെ, ഏത് പാർട്ടിയോ ആവട്ടെ, കാണുന്നില്ലെങ്കിൽ ആ കാഴ്ച നമ്മെ, ജനാധിപത്യത്തെ പരിഭ്രാന്തിയിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആവർത്തിക്കുന്നു, എഴുത്തുകാർ, കവികൾ, കലാപ്രതിഭകൾ എല്ലാവരും ഈ അനീതിക്കെതിരെ നിരന്തരം, ഒരു ദിവസമോ 2 ദിവസമോ അല്ല, നമ്മളുടെ ആത്മബോധം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ അനീതിക്കെതിരെയുള്ള പ്രതികരണം, ഈ അനീതി എന്ന് പറയുമ്പോൾ അതിവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കുന്നതല്ല, ഇതുപോലെ എവിടെ എപ്പോൾ നടക്കുമ്പോഴും അതിനെതിരെ ഞങ്ങൾ ആരാധനാലയങ്ങൾക്ക് എതിരല്ല. അതേസമയം ആരാധനാലയങ്ങളുടെ നൈതികതയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ആര് പ്രവർത്തിച്ചാലും, എപ്പോൾ പ്രവർത്തിച്ചാലും, അത് ഇന്ന ജാതി, ഇന്ന മതം, ഇന്ന രാഷ്ട്രം, ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്ന ഒരു പരിഗണനയുമില്ല. കാരണം അത് മനുഷ്യത്വത്തിന് മുറിവേൽപ്പിക്കുന്നതുകൊണ്ട് ആ മുറിവ് ഉണക്കാനുള്ള ശ്രമങ്ങൾക്കാണ് ഇന്ന് നാം മുൻഗണന കൊടുക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, പ്രകോപനത്തിൻ്റെ, കൊലവിളിയുടെ, അട്ടഹാസത്തിൻ്റെ, അലർച്ചയുടെ ഒരു ലോകത്ത് നിന്ന് സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, സംവാദത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് കടക്കാനുള്ള ആലോചനക്ക് കൂടുതൽ ഊർജം പകരാനുള്ള ഒരു സന്ദർഭമായി ജനുവരി 22 തുടരുന്ന കാലത്ത് ഇന്ത്യയിൽ തളിരിടുമെന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.